ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ ചേരിപ്പോര് രൂക്ഷം. സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നില്ല എന്നും പരാതി. മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളുകളെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്നതിനെതിരെ ACC ആസ്ഥാനത്ത് നടന്ന പ്രതിഷേധത്തിന് പിറകിലും സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് ACC ആസ്ഥാനത്ത് അണികളുടെ പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധമുണ്ടായത്. കെട്ടിയെഴുന്നള്ളിക്കുന്ന സ്ഥാനാർത്ഥികൾ വേണ്ട എന്നടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള ഈ ഒരു പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. നേതൃത്വം ഇതിനെ ഏത് രീതിയിലാണ് നോക്കിക്കാണുന്നത്? ഒപ്പം ഹരിയാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്? കെ പി സൂചിപ്പിച്ചതുപോലെ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ വലിയ അഭിപ്രായ വ്യത്യാസവും ചേരിപ്പോരിലേക്കും കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള നേതാക്കളെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇഷ്ടപ്രകാരം സ്ഥാനാർത്ഥികളായി കെട്ടിയിറക്കുന്നതിനെതിരെ വലിയ രൂക്ഷമായ ആക്ഷേപം സംസ്ഥാന കമ്മിറ്റി ഇതിനോടകം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അത് പരിധി കടന്നുകൊണ്ട് പരസ്യമായ പ്രതിഷേധത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം AICC ആസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ AICC ആസ്ഥാനത്തിന് മുൻപിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു. നേതൃത്വത്തിനെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് ആവശ്യമില്ല, പ്രവർത്തകരുടെ മനസ്സറിയാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ പരാജയം നേരിടേണ്ടി വരുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകർ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുൻപിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ആ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പിറകിൽ ഹരിയാന സംസ്ഥാന കോൺഗ്രസിലെ ചില പ്രമുഖ നേതാക്കളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ശക്തിയുണ്ട് എന്നും ആം ആദ്മിയുമായും സമാജ്വാദിയുമായും സഖ്യം രൂപീകരിച്ചുകൊണ്ട് മത്സരിക്കുന്നത് ഹരിയാന രാഷ്ട്രീയത്തിൽ ഗുണം ചെയ്യില്ല എന്നുള്ളതുമാണ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. അവർ പരസ്യമായി തന്നെ ആം ആദ്മിയുമായുള്ള സഖ്യത്തെ തള്ളി പറയുന്നു. പക്ഷേ രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വം ആം ആദ്മിയുമായി സഖ്യം രൂപീകരിക്കണം, 10-ലധികം സീറ്റെങ്കിലും ആം ആദ്മിക്ക് നൽകണം എന്ന നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ കോൺഗ്രസ് ആം ആദ്മി സഖ്യം സംബന്ധിച്ചും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് സംബന്ധിച്ചും നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസവും ചേരിപ്പോരും കോൺഗ്രസിൽ രൂക്ഷമാകുന്നു. അത് പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് AICC ആസ്ഥാനത്തിന് മുൻപിൽ പോലും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാവുകയാണ്. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.